ബാബരി ഇന്ത്യൻ മുസൽമാന്റെ മനസ്സിലെ മായാത്ത വേദന. 4.5 നൂറ്റാണ്ട് കാലം നാഥനെ വണങ്ങിയ റബ്ബിന്റെ ഭവനം. മതേതര ഇന്ത്യയുടെ പ്രോജ്വല പ്രതീകമായ ബാബരിയുടെ താഴികക്കുടങ്ങൾ ഫാസിസത്തിന്റെ തേർവാഴ്ചയിൽ ധൂമപാളികളായി തീർന്നപ്പോൾ ഇന്ത്യയുടെ ആത്മാവിനാണ് ആഴത്തിൽ മുറിവേറ്റത്. ഭരണകൂടവും ജുഡീഷ്യറിയും അവിഹിതമായി ഇണചേരുകയും ചെയ്തപ്പോൾ 4 നൂറ്റാണ്ടും കടന്നുപോയ ചരിത്രപരമായ നിയമയുദ്ധത്തിനൊടുവിലും പരമോന്നത നീതിപീഠം ബാബരിയുടെ പുണ്യഭൂമി സംഘപരിവാര കാപാലിക സമൂഹത്തിന് തീരെഴുതി നൽകുകയായിരുന്നു. നീതിയുടെ സമസ്ത സൗന്ദര്യങ്ങളെയും ക്രൂരമായി അവഹേളിച്ച് രാജ്യം ഭരിക്കുന്ന വർഗീയവാദികളുടെ അനുഗ്രഹാശിസ്സുകളോടെ വർണ്ണാഭമായ രാമക്ഷേത്ര ശിലാന്യാസവും അരങ്ങേറി. അനീതിയുടെ രാക്ഷസക്കോട്ടയിൽ നിന്നും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വീണ്ടും തിരിച്ചടികൾ തുടർക്കഥയായി. പകൽ വെളിച്ചത്തിൽ ബാബരിയെ തച്ചു തകർത്ത നരഭോജികളെ വിശുദ്ധരായി പ്രഖ്യാപിച്ച് അന്തിമ വിധി വന്നപ്പോഴും മതേതര ഇന്ത്യയുടെ ആത്മാവ് തേങ്ങുകയായിരുന്നു. പക്ഷേ അനീതിയുടെ സീൽക്കാരങ്ങളും ഹുങ്കാരങ്ങളും ജനാധിപത്യത്തിന്റെ മോന്തായം ഇടിച്ചു നിരത്തിയപ്പോഴും ദശാബ്ദങ്ങളായി മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ രക്ഷകവേഷം കെട്ടിയാടുന്ന മതേതര പാരമ്പര്യ പാർട്ടികൾ പോലും ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. വിരോധാഭാസത്തിന്റെ കറുത്ത അധ്യായം രചിച്ച് പ്രസ്തുത പൊറാട്ട നാടകങ്ങൾക്ക് പരസ്യമായ ആശീർവാദം നൽകുകയായിരുന്നു അവർ. രാജ്യത്തിന്റെ പരസ്യമായ ശത്രുക്കളായ ഹിന്ദുത്വയുടെ പ്രീതി പറ്റി അധികാരത്തിന്റെ ഓരം ചേർന്ന് നിൽക്കുന്ന മതേതര രാഷ്ട്രീയ കക്ഷികൾ ബാബരിയുടെ നീതി നിഷേധം സഹർഷം സ്വാഗതം ചെയ്തപ്പോൾ ന്യൂനപക്ഷ സമൂഹം തിരിച്ചറിഞ്ഞു, രാജ്യത്ത് നമ്മുടെ അസ്തിത്വം അടയാളപ്പെടുത്താൻ നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന്. ബാബരിയുടെ നീതി ധ്വംസനത്തിൽ നിന്നും പുതിയൊരു പ്രതിരോധ വ്യൂഹം ഉദിച്ചുയരുകയാണ്. അനീതിയുടെ വെണ്ണീരിൽ നിന്നും ന്യൂനപക്ഷങ്ങളുടെ ഐതിഹാസികമായ ഉയർത്തെഴുന്നേൽപ്പിന് രാജ്യം സാക്ഷിയാകാനൊരുങ്ങുകയാണ്. കോർപ്പറേറ്റുകൾക്കും രാഷ്ട്രീയ പിണിയാളുകൾക്കും കുഴലൂത്ത് നടത്തലല്ല പണ്ഡിതധർമ്മം എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അരികുവൽക്കരിക്കപ്പെടുന്നവർക്കും മർദ്ദിത ജനവിഭാഗത്തിനും വിമോചനത്തിന്റെ പാത തെളിക്കാൻ നെഞ്ചുറപ്പുള്ള പണ്ഡിത സമൂഹം ആൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ബാബരിയുടെ വീണ്ടെടുപ്പിനായി സമരരംഗത്തിറങ്ങുകയാണ്. പ്രതീക്ഷ നാഥനായ റബ്ബിൽ മാത്രം. ബാബരി മസ്ജിദ് നിന്ന സ്ഥലം പള്ളിയുടേതാണ്. ഇന്നലെ അത് പള്ളിയുടേതായിരുന്നു, ഇന്നത് പള്ളിയുടേതാണ്, നാളെയും അത് പള്ളിയുടേതായിരിക്കും. ഒരു സംശയം അക്കാര്യത്തിലില്ല. ഇൻഷാ അല്ലാഹ് ഈശ്വരേച്ഛയുണ്ടെങ്കിൽ, വിധിയുണ്ടെങ്കിൽ അവിടെ ആ ഭൂമിയിൽ തന്നെ പള്ളി പണിയുകയും മുസ്ലിങ്ങൾ അവിടെ നമസ്കരിക്കുകയും ചെയ്യും. നിരാശ സത്യനിഷേധമാണെന്ന് വിശ്വസിക്കുന്നവരെ അധികാരത്തിന്റെ തിണ്ണബലം കാട്ടി ഭയപ്പെടുത്താനാകില്ല. അബ്രഹത്തിന്റെ ഗജവീരന്മാരെ ചരൽവർഷം കൊണ്ട് കെട്ടുകെട്ടിച്ച കഅബയുടെ നാഥനിലാണ് ആത്മാഭിമാനവും കർത്തവ്യബോധവും പണയം വെക്കാത്ത ഈ പണ്ഡിത സമൂഹം പ്രതീക്ഷകൾ നെയ്യുന്നത്. കാലഘട്ടം തന്നെ സത്യം. ഈ പ്രതീക്ഷയും മുന്നേറ്റവും പാഴാവുകയില്ല. നഭസ്ഥലിയിൽ നിന്നും മരുണോദയം സരയൂ നദിയിൽ പ്രതിബിംബം ചുരിയുമ്പോൾ ബാബരിയുടെ താഴികക്കുടങ്ങളിൽ നിന്നും തൗഹീദിന്റെ അമരധ്വനികൾ ചക്രവാളങ്ങളെ കോരിത്തെരിപ്പിക്കുന്ന കാലം അനധിവിദൂരമല്ല. ബാബരി മസ്ജിദിന്റെ ആ ഭാവി വരാൻ പോകുന്നത്, നിങ്ങൾ അവിടെ ക്ഷേത്രം നിർമ്മിച്ചോ, ഞങ്ങൾക്ക് ഒരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ, ഒരു മിമ്പർ പണിയേണ്ടതുണ്ട്. അത് ഞങ്ങളുടെ മനസ്സിലെല്ലാം ബാബരി മസ്ജിദിൽ നിങ്ങൾ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൽ ഇടാൻ വേണ്ടിയുള്ള മിമ്പർ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഖുത്ബ പ്രസംഗം നിർവഹിക്കാൻ വേണ്ടിയുള്ള മിമ്പർ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ പണിത് കഴിഞ്ഞു. ഇനി ആശാരിയും ഞങ്ങൾ തന്നെ, തച്ചനും ഞങ്ങൾ തന്നെ, മരം വെട്ടുകാരനും ഞങ്ങൾ തന്നെ, ഞങ്ങൾ ആ മെമ്പർ പണിയാൻ പോവുകയാണ്. ഫാസിസത്തിന് നിരുപാധികം കീഴടങ്ങിയാലും പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള പിന്മുറക്കാർ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഈ ജൈത്രയാത്രയിൽ മുൻനിരയിൽ തന്നെയുണ്ടാകും ഇൻഷാ അല്ലാഹ്. ഈ സാർത്ഥവാഹക സംഘം ലക്ഷ്യസ്ഥാനത്ത് വിജയചുംബനം നേരുന്നത് കാണാൻ കാലവും ഏറെ കൊതിയോടെ കാത്തിരിക്കുന്നുണ്ട്. അല്ലാഹു സാക്ഷിയാണ്. ആ മസ്ജിദിന്റെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലി മുടങ്ങുന്നതും ആ മസ്ജിദിന്റെ അകത്തളങ്ങളിൽ മുസ്ലിമീങ്ങൾ സാഷ്ടാംഗം നമിക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു എന്നതിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല.
വെള്ളക്കാരായ കൊള്ളക്കാരെ ഈ രാജ്യത്തു നിന്നും ചവിട്ടിപ്പുറത്താക്കിയ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും കുഞ്ഞാലി മരക്കാന്മാരുടെയും വെളിയങ്കോട് ഉമർ ഖാലിയുടെയും മമ്പുറം തങ്ങളുടെയും ഷഹീദ് ടിപ്പു സുൽത്താന്റെയും ആലി മുസ്ലിയാരുടെയും പിന്മുറക്കാർ. ഇതൊരു പ്രതിഷേധം മാത്രമാണ്, ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇമാംസ് കൗൺസിൽ വരും കാലഘട്ടങ്ങളില് രാജ്യത്തെ മുഴുവൻ മർദ്ദിത ജനകോടികളെയും അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഫാഷിസത്തിന്റെ നെടുങ്കോട്ടകളിലേക്ക് ഭരിക്കുന്ന നിങ്ങൾ കരുതിയിരിക്കണം. അവകാശ നിഷേധങ്ങൾക്കെതിരെ ആത്മബോധത്തിന്റെ ത്യാഗവും ചടുല ഹൃദയത്തിന്റെ ജാഗ്രതയും ചുടുചോര സഞ്ചരിക്കുന്ന സിരകളിലെ ആത്മവീര്യവുമായി സ്വതന്ത്ര സമരപോരാട്ടങ്ങളുടെ രണഭൂമിയിൽ പോരാളികൾ വീഴ്ത്തിയ ചോരത്തുള്ളികളിൽ ഒന്നുപോലും പാഴായി പോകരുതെന്ന് ആത്മാർത്ഥമായി സങ്കല്പിച്ചുകൊണ്ട് ഇതാ വരികയാണ്. ഇന്ന് നിന്റെ കയ്യിലിരിക്കുന്ന ഈ കൗബയുടെ താക്കോൽ ഒരു ദിവസം എന്റെ കയ്യിൽ വരും. എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം അന്ന് നമ്മൾ തമ്മിലൊന്ന് കാണണമെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വ്യാഴാഴ്ച ദിവസം പ്രവാചക പുങ്കവർ പ്രഖ്യാപിച്ചു എങ്കിൽ 2019 ഈ ഡിസംബറിലെ വ്യാഴാഴ്ച ഇന്ത്യയിലെ മുസ്ലിമുകൾ പ്രഖ്യാപിക്കുന്നു, സംഘപരിവാർ ഭീകര ഭരണകൂടമേ ഒരു ദിവസം ആ ബാബരി മസ്ജിദിന്റെ താക്കോൽ, ബാബരി മസ്ജിദിന്റെ അധികാരം ഞങ്ങളുടെ കയ്യിൽ വരും. അന്ന് നമുക്ക് ഇരുവർക്കും ഒന്ന് കാണേണ്ടതുണ്ട്.